കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നലെ അധികാരമേറ്റിരിക്കുകയാണ്. നിലവിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ജൂൺ 5-ന് അവതരിപ്പിച്ചേക്കും. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും കഴിഞ്ഞാൽ ഗവർണറുടെ നയപ്രഖ്യാപനമാകും ഉണ്ടാകുക. മെയ് 21-നും 22-നും നിയമസഭാ സമ്മേളനം ചേരാൻ ഗവർണർക്ക് കത്ത് നൽകും. കൂടാതെ മെയ് 29-നാണ് സർക്കാരിന്റെ നയപ്രഖ്യാപനം നടക്കുക. ധനവകുപ്പ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് കയ്യടി നേടാനുള്ള പ്രഖ്യാപനം ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എണ്ണവിലയിലെ സംസ്ഥാനത്തിന്റെ നികുതിയിൽ ഒരു ഇളവ് നൽകിയേക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം പരിഗണിക്കുമ്പോൾ സാധ്യത കുറവാണ്. എന്നാൽ GST പിരിവ് കാര്യക്ഷമമാക്കാനാണ് കൂടുതൽ സാധ്യത. സംസ്ഥാനത്ത് GST പിരിവ് മതിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന വിമർശനം വി.ഡി. സതീശൻ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. GST പിരിവ് കാര്യക്ഷമമാക്കിയാൽ വരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്വർണം വിൽക്കുമ്പോൾ ലഭിക്കേണ്ട GST പൂർണ്ണമായി കിട്ടുന്നില്ല എന്ന ആക്ഷേപവും UDF നേതൃത്വത്തിനുണ്ട്. ഇത് പിരിച്ചെടുക്കാനുള്ള പദ്ധതികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. 1 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണ വിൽപ്പന കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 3% സ്വർണത്തിന്റെ GST, അതായത് 3000 കോടി രൂപയുടെ വരുമാനം GST ഇനത്തിൽ ലഭിക്കേണ്ടതാണ്. എന്നാൽ 750 കോടിയിൽ താഴെ പിരിച്ചെടുക്കാനേ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ GST പിരിവ് കൃത്യമാക്കിയാൽ വരുമാനം കൂടുമെന്നതാണ് യാഥാർത്ഥ്യം. പ്രമുഖ ജ്വല്ലറികളിലെല്ലാം സ്വർണ്ണ ഇടപാടിന് ബില്ല് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി GST കണക്കാക്കുകയും ചെയ്യും. എന്നാൽ ചെറുകിട ജ്വല്ലറികളിൽ വെള്ളക്കടലാസിൽ വിലയും പണിക്കൂലിയും എഴുതി മൊത്തം തുക കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ GST പിരിവ് കൃത്യമായി നടക്കുന്നില്ല. പ്രമുഖ ജ്വല്ലറികളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ സ്വർണം വാങ്ങാൻ ചെറുകിട ജ്വല്ലറികൾ ഉപഭോക്താക്കളെ സഹായിക്കുകയും ചെയ്യും. GST പിരിവ് കൃത്യമാക്കിയാൽ ചെറുകിട ജ്വല്ലറികളും ഔദ്യോഗികമായി ബില്ല് നൽകേണ്ടി വരും. ഇതോടെ GST പിരിവ് കൃത്യമാകുകയും വരുമാനം ഉയരുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ജ്വല്ലറി വ്യാപാരികളെ നികുതി പിരിവിന്റെ മറവിൽ ഉപദ്രവിക്കരുത് എന്ന് സ്വർണ്ണ കച്ചവടക്കാരുടെ സംഘടന പറയുന്നുണ്ട്. സ്വർണത്തിന്റെ ഇറക്കുമതി നികുതി അത് 6-ൽ നിന്ന് 15% കേന്ദ്ര സർക്കാർ അടുത്തിടെ ഉയർത്തിയിരുന്നു. ഇത് സ്വർണ്ണ കള്ളക്കടത്ത് വ്യാപിക്കാൻ വഴിയൊരുക്കുമെന്നാണ് സംസാരം. കള്ളക്കടത്ത് തടയാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടേക്കും. GST പിരിവ് കാര്യക്ഷമമാക്കുന്നതോടെ ആഭരണങ്ങൾക്ക് വില കൂടാനുള്ള സാധ്യതയുണ്ട്. ചെറുകിട കച്ചവടക്കാരൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കാനും സാധ്യതയുണ്ട്. ഇതിനുള്ള ബദൽ നിർദ്ദേശവും ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാം.